ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിൻ്റെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, തൊഴിൽ ഉത്കൃത വിദ്യാഭ്യാസം അതിൻ്റെ 2024-25 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും ഒരു സ്കോർ വീതമാണ്. ഒന്നാമത്തേത്, കോമ, സീഷർ, മസ്തിഷ്ക മരണം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നത് തുടർച്ചയായ പനി, ശരീരത്തിലെ ജലത്തിൻ്റെ കുറവ്, മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ്റെ കുറവ്, ഡയബറ്റിക്സ്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ്റെ കുറവ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 2, ഡ്രൗണിങ്ങിൽ ഹൃദയസ്പന്ദനവും ശ്വസന പ്രക്രിയയും നിലച്ചാൽ ഉടൻ നൽകാവുന്ന പ്രഥമ ശുശ്രൂഷ ഏത്? CPR, ABC, റൈസ്, ഐസ് പാക്ക്. ഏതാണ്? CPR ആണ് നൽകേണ്ടത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 3, ഒരേ കായിക നിയമങ്ങൾക്ക് കീഴിൽ സവിശേഷ പരിമിതിയുള്ളവരെയും എല്ലാത്തവരെയും ഒരുപോലെ പങ്കെടുപ്പിച്ച് നടത്തുന്ന കായികമേള. സ്പെഷ്യൽ സ്കൂൾ സ്പോർട്സ്, ഇൻക്ലൂസീവ് സ്പോർട്സ്, സ്പെഷ്യൽ ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്. ഏതാണ്? ഇൻക്ലൂസീവ് സ്പോർട്സ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 4, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് റെസിഡൻറ്റ് എക്സസൈസിന് ഉദാഹരണം കണ്ടെത്തി എഴുതുക. 100 മീറ്റർ ഓട്ടം, ജോഗിങ്, എയറോബിക്സ്, പുഷപ്പ്. ഏതാണ്? പുഷപ്പാണ് ശരിയായിട്ടുള്ളത്. 5, ആഹാര പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസതടസ്സം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡ്രൗണിങ്, ചോക്കിങ്, ബേണിങ്, ഡിസ്ലൊക്കേഷൻ. ഏതാണ്? ചോക്കിങ് ആണ്. 6, 2024 ഫ്രാൻസിൽ നടന്ന ഒളിമ്പിക് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഏത്? ഏതാണ്? ചൈന, ഓസ്ട്രേലിയ, അമേരിക്ക, ജപ്പാൻ. അമേരിക്കയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 7ാമത്തേത്, സ്കൂളിൽ വിവിധതരം കായിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുണ്ടല്ലോ. ഇതിലൂടെ കൈവരിക്കാവുന്ന ഏതെങ്കിലും 2 നേട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എഴുതി കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? 1, ശാരീരിക വികാസം നേടുന്നു അല്ലേ, അതുപോലെ തന്നെ ബുദ്ധിപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും. മറ്റൊന്ന്, ജയപരാജയങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും 3 എണ്ണമാണ് നിങ്ങളുടെ അടുത്ത് എഴുതാൻ, 2 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 1, ശാരീരിക വികാസം നേടുന്നു, ബുദ്ധിപരമായ കഴിവുകൾ നേടുന്നു, ജയപരാജയങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കുന്നു. ഇനി 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 112 എന്ന എമർജൻസി നമ്പറിൽ വിളിച്ചാൽ എന്തെല്ലാം സേവനങ്ങളാണ് ലഭിക്കുന്നത്? എന്തൊക്കെ കിട്ടും? പോലീസ് കിട്ടും അല്ലേ. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയുടെ സഹായമൊക്കെ കിട്ടും. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ്. 9, യോഗ പരിശീലിക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വക്രാസനം ചെയ്യുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാം? വക്രാസനം ചെയ്യുന്നതിൻ്റെ പ്രയോജനമാണ് ചോദിച്ചിട്ടുള്ളത്. 1, നട്ടെല്ലിന് വഴക്കവും പുറംഭാഗത്തിന് അയവും ലഭിക്കുന്നു. നട്ടെല്ലിന് വഴക്കവും പുറംഭാഗത്തിന് അയവും ലഭിക്കുന്നു. ദഹന പ്രക്രിയ മെച്ചപ്പെടുന്നു. കഴുത്തിലെ പേശികൾക്ക് ആവശ്യമായ വ്യായാമം ലഭിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് ഗുണം നൽകുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. 10, നീന്തൽ നല്ലൊരു വ്യായാമമാണ്. വ്യായാമം എന്ന നിലയിൽ നീന്തലിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാം? നീന്തി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നത്? 1, ഹൃദയ ശ്വസനക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. പേശിക്ഷമത, പേശീബലം എന്നിവ വർദ്ധിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നു. ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കുറച്ച് മികച്ച ശരീരഘടന പ്രദാനം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. 11, കായിക സംസ്കാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് കായിക സംസ്കാരം എന്ന് പറഞ്ഞാൽ? സ്പോർട്സിലെ പരസ്പര വിശ്വാസത്തിൻ്റെയും ആദരവിൻ്റെയും വിവിധ കായിക പ്രവർത്തനങ്ങളുടെ സംയോജനമാണ് കായിക സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആദരവോടെ പെരുമാറുക, ധാർമ്മികത പാലിക്കുക, മറ്റു ടീമുകളുടെയും കളിക്കാരുടെയും സംസ്കാരങ്ങളെ ബഹുമാനിക്കുക തുടങ്ങിയ സാമൂഹിക മൂല്യങ്ങൾക്ക് അനുസൃതമായി പെരുമാറുക എന്നതാണ് കായിക സംസ്കാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് കായിക സംസ്കാരം. അപ്പോൾ നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാനും ധാർമ്മികത പാലിക്കാനും മറ്റു ടീമുകളോടും കളിക്കാരോടും സംസ്കാരം പുലർത്താനും ഒക്കെ കഴിവുള്ള ആളുകളെ നമുക്ക് കായിക സംസ്കാരമുള്ള ആള് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ. ഇനി 12, 13 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 3 സ്കോർ വീതമാണ്. 12,
കായിക പരിശീലന പരിപാടികളിൽ ഏർപ്പെടുന്നതിലൂടെ കൈവരിക്കാവുന്ന നേട്ടങ്ങൾ ഏവ? എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടും? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ശാരീരിക വികാസം നേടുന്നു, ബുദ്ധിപരമായ കഴിവുകൾ കൂടുന്നു, അതുപോലെ ജയപരാജയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും, നേതൃപാടവം കൈവരും, പരസ്പരം അംഗീകരിക്കാനും മാനിക്കാനുമുള്ള കഴിവുണ്ടാവുന്നു, അതുപോലെ കൂട്ടുകൂടാനും ഒത്തൊരുമയോടെ പ്രവർത്തിക്കാനുമുള്ള സാമൂഹിക ശേഷി കൈവരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? കായിക പരിശീലന പരിപാടിയിൽ നിന്ന് കിട്ടും. ഇനി 13, ജലാശയങ്ങളിൽ വീണ് വളരെയധികം അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിൽ ഒന്നാണ് ഡ്രോണിങ്. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഡ്രോണിങ് സംഭവിക്കുന്നത്? ഡ്രോണിങ് എന്ന് പറഞ്ഞാൽ നീന്തൽ അറിയാതെ ജലാശയങ്ങളിൽ ഇറങ്ങരുത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഡ്രോണിങ് ഉണ്ടാവും. പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കാതെ ഇറങ്ങരുത്. സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കാതെ വലിയ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത്, അപസ്മാരം പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾ മേൽനോട്ടമില്ലാതെ വെള്ളത്തിൽ ഇറങ്ങുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡ്രോണിങ് സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് കലാവിദ്യാഭ്യാസമാണ്. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 സ്കോർ വീതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ചോദ്യം, ഭരതനാട്യം, കളരിപ്പയറ്റ്, യോഗ തുടങ്ങിയവ സമന്വയിപ്പിച്ചുകൊണ്ട് നൃത്താവതരണങ്ങൾക്ക് ആധുനിക പരിവേഷം നൽകിയ കലാകാരിയാണ് ചിത്രത്തിൽ. ഈ കലാകാരി ആരെന്ന് തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ചന്ദ്രലേഖ, ടി കെ പത്മിനി, അമൃത ഷെർഗിൽ, സറീന ഹാഷ്മി. ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? ചന്ദ്രലേഖയാണ്. ഓപ്ഷൻ എ ആണ്. 2, ജോസഫ് എന്ന മലയാള സിനിമയിലെ പൂമുത്തോളെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾവിക്കാരിൽ ഉണ്ടാക്കുന്ന ഭാവം എന്ത്? ഭക്തി, ശോകം, ആഹ്ലാദം, വാത്സല്യം. എന്താണ്? ശോകമാണ് ഉണ്ടാക്കുന്നത്. 3, വിവിധ ഷോട്ടുകൾ യോജിപ്പിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു അർത്ഥം ഉണ്ടാക്കുന്ന എഡിറ്റിംഗ് രീതി ഷൂട്ട് ആൻഡ് പ്ലേ, മൊഡാഷ്, വീഡിയോ ഫോർമാറ്റ്, സൂമിങ്. ഏതാണ്? മൊഡാഷ് ആണ്. 4, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പാശ്ചാത്യ കലയിൽ രൂപപ്പെട്ട കലാപ്രസ്ഥാനം ഏത്? എക്സ്പ്രഷനിസം, ഇംപ്രഷനിസം, പെയിന്റിലിസം, പോസ്റ്റ് ഇംപ്രഷനിസം. ഏതാണ്? എക്സ്പ്രഷനിസം ആണ്. 5, 3-ാം തിയേറ്റർ ആരുടെ നാടക സംഘമാണ്? കാവാലം നാരായണ പണിക്കർ, NN പിള്ള, ബാദൽ സർക്കാർ, O മാധവൻ. ആരാണ്? ബാദൽ സർക്കാരിൻ്റെതാണ്. 6 നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കളമെഴുത്തിന് ഉപയോഗിക്കുന്ന പഞ്ചവർണ്ണങ്ങളിൽ ഉൾപ്പെടാത്ത വർണ്ണം ഏത്? വെള്ള, കറുപ്പ്, നീല, മഞ്ഞ. ഏതാണ്? നീലയാണ്. ഓക്കെ, നീലയാണ് ഉൾപ്പെടാത്തത്. അടുത്ത പേജ് നോക്കാം. 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 7, താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഇവ ഏതുതരം ഷോട്ടുകൾക്ക് ഉദാഹരണമാണ് എന്ന് എഴുതുക. ഇതിൽ എ എന്ന് പറയുന്നത് സജഷൻ ഷോട്ടാണ്. ഓക്കെ, സജഷൻ ഷോട്ട്. ബി എന്ന് പറയുന്നത് ക്ലോസപ്പ് ഷോട്ടാണ്. 8-ാമത്തെ ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സന്ദർഭത്തെ നിറങ്ങളും രേഖകളും ഉപയോഗിച്ച് ചിത്രീകരിക്കുക. അപ്പോൾ കൂട്ടുകാർ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല നിറമൊക്കെ കൊടുത്തിട്ട് ചിത്രീകരിക്കുക. എന്തെങ്കിലും ഒരു ചിത്രം വരക്കുകയാണ് അവിടെ വേണ്ടത്. 10, ഏവർക്കും സുപരിചിതയായ ഒരു കളിയാണ് പുലിക്കളി. പുലിക്കളി അവതരിപ്പിക്കാൻ എന്തൊക്കെ ഒരുക്കങ്ങൾ വേണം? എന്തൊക്കെ വേണം? ദേഹത്തിൽ പുലിയുടെ ശരീരത്തിലുള്ളതുപോലെ വരകൾ വരക്കുകയോ അങ്ങനെ വരക്കപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുകയോ വേണം. പുലി മുഖമുള്ള മാസ്ക് വേണം. ആവശ്യമായ വാദ്യോപകരണങ്ങളും മേളക്കാരെയും വേണം. 10, ഏവർക്കും സുപരിചിതമായ 10 അല്ല 11 പൂ പറിക്കുക, മാല കോർക്കുക, ക്ലാസ് റൂം അലങ്കരിക്കുക എന്നീ ആശയങ്ങൾ നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഈ നൃത്താവിഷ്കാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്തെല്ലാം സാധ്യതകൾ ഉപയോഗപ്പെടുത്താം? അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗാനം ഉൾപ്പെടുത്താം അല്ലേ. അതുപോലെ തന്നെ അതിന് ഉതകുന്ന വരികൾ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ലഭ്യമായവരെ ഉൾപ്പെടുത്തി സംഘമായി അണിനിരത്തുകയും ചെയ്യാം. ഇനി 12 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതുക. ശരി ഉത്തരത്തിന് 5 സ്കോറാണ്. 12-ാമത്തേത്, നിങ്ങളുടെ സ്കൂൾ ഫുട്ബോൾ ടീമിന് വേണ്ടി പുതിയ ജേഴ്സി ഡിസൈൻ തയ്യാറാക്കുക. രൂപരേഖ ചുവടെ ചേർക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരു ജേഴ്സിയാണ് നിങ്ങളവിടെ തയ്യാറാക്കേണ്ടത്. ഇനി 13, ആധുനിക നൃത്തം, മോഡേൺ ഡാൻസിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ശരീരത്തിൻ്റെ സവിശേഷമായ ചലനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളും അമൂർത്തമായ ആശയങ്ങളെയും അവതരിപ്പിക്കുന്ന നൃത്തമാണ് ആധുനിക നൃത്തം. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും അമേരിക്കയിലും രൂപം കൊണ്ട ആധുനിക നൃത്തം 20-ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അവതരിപ്പിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ ഭാഗമൊക്കെ കൂട്ടുകാർ വായിച്ചു നോക്കുക. 14, ഓർക്കസ്ട്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അഥവാ പലതരത്തിലുള്ള സംഗീതോപകരണങ്ങൾ ഒത്തുചേർത്ത് വായിക്കുന്നതിനെയാണ് നമ്മൾ ഓർക്കസ്ട്ര എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഓർക്കസ്ട്രയുടെ പുരാതന നാമം എന്തായിരുന്നു? എന്താണ്? കുടപ്പ എന്നുള്ളതാണ്. ഓക്കെ, ഇനി സി, പാശ്ചാത്യ സംഗീതത്തിൽ ഓർക്കസ്ട്രയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 3 തന്ത്രിവാദികളുടെ പേരെഴുതുക. വയലിന് വയോള,
ചെല്ലോ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും പേര് നിങ്ങൾ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ വർക്ക് എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് അപ്ലോഡ് ചെയ്യാത്തത്. ഈ രണ്ടെണ്ണം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഇനി വർക്ക് എക്സ്പീരിയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഇതിലുണ്ടായിരിക്കും. അപ്പോൾ കൂട്ടുകാർ എന്തായാലും എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്